ഹദീസുകളെ സംബന്ധിച്ചും ഖുറാനെ സംബന്ധിച്ചും എൻ്റെ താല്പര്യം അവർക്കറിയാം. അപ്പോൾ ഇത് വായിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഈ ഡീഫൈമേഷൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നെ ശിക്ഷിച്ച് ജയിലാക്കുകയാണെങ്കിൽ ആദ്യത്തെ എൻ്റെ കടമ ഇത് വായിച്ച് തീർക്കുക എന്നുള്ളതായിരിക്കും. 10 പൈസ എൻ്റെ അടുക്കൽ നിന്ന് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ജമാഅത്തെ കേസിന് കൊടുക്കട്ടെ. മരണം വരെ 10 പൈസ ഞാൻ കൊടുക്കില്ല. അത്ര ദാരിദ്ര്യം അവർക്കുണ്ടെങ്കിൽ പൈസ ഉണ്ടാക്കാനുള്ള വഴി ഞാൻ പറഞ്ഞു കൊടുക്കുക. പൈസ ഇല്ലാത്തൊരു പാർട്ടിയൊന്നല്ലല്ലോ. മാപ്പ് എൻ്റെ ജീവിതത്തിലേ ഉണ്ടാവില്ല ഇക്കാര്യത്തിന്. മറിച്ച് ഞാൻ പറഞ്ഞ കാര്യം ഏതെങ്കിലും രൂപത്തിൽ പാർട്ടിക്ക് വിയോജിപ്പുണ്ടെങ്കിൽ പാർട്ടി പറഞ്ഞാൽ ആ സമയം പാർട്ടി പറയുന്നത് ഞാൻ അനുസരിക്കും. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പാർട്ടി നേതാക്കളും നയം വ്യക്തമാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ശക്തമായ നിലപാട്. ഇതൊരു ചെറിയ ആശയമാണെങ്കിൽ, ചെറിയ ആൾക്കാർ ഉയർത്തുന്ന ആശയമാണെങ്കിൽ പോലും ഇതിനെ എതിർത്ത് തോൽപ്പിച്ചേ പറ്റൂ. കാരണം ഇത് ഒരു ചിതളാണ് എന്നാണ് സമസ്ത നേതാവ് മുക്കം ഉമർ ഫെയ്സി ജമാഅത്തെ പറ്റി പറഞ്ഞത്. ഒരു വൻ ചിതലാണ്. വളരെ ചെറുപ്പത്തെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നാദാപുരം പള്ളിയുടെ മുമ്പിലിരുന്ന് വയലിത്തറ മൗലവിയുടെ മതപ്രസംഗം കേട്ടവനാണ് ഞാൻ. വയൽ ഫറൂഖ് മൗലവിയുടെ മതപ്രസംഗം കേട്ടവനാണ് ഞാൻ. മൊയ്ലൂദും കുത്യാറാത്തിയും 5 നേരമുള്ള നിസ്കാരവും സ്വബയും ലോഹറും അസറും മഗ്രിബും എശാവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്തരീക്ഷത്തിൽ വളർന്ന ഒരാളാണ് ഞാൻ. ഈ അടുത്ത കാലത്താണ് ഈ വയലിത്തറ മൗലവി, അദ്ദേഹം ആലപ്പുഴക്കാരനാണ്, ഹരിപ്പാട്, മരിക്കുന്നതിൻ്റെ കുറച്ച് ദിവസം മുമ്പാണ് അദ്ദേഹത്തിൻ്റെ മകനെന്നെ വിളിച്ചിട്ട് ബാപ്പാക്ക് നിങ്ങളെ കാണണം എന്നാഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അതിനുള്ള കാരണം മാധ്യമത്തിൽ എൻ്റെ ഒരു ലേഖനം വന്നു. നാദാപുരത്തെ വയലും തലശ്ശേരിയിലെ ബിരിയാണി. നിർഭാഗ്യവശാൽ എനിക്ക് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല. ഖുർആൻ ഞാൻ ഇഷ്ടപ്പെട്ട ഒരു മതഗ്രന്ഥമാണ്. ഹൈക്കൽ എഴുതിയ മലയാള തർജ്ജമ, അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് അറബിക് വേർഷന് മലയാളത്തിലുള്ള തർജ്ജമ, അത് ആർത്തിയോടുകൂടി വായിച്ച ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഞാൻ ദുബൈയിൽ പോയ സമയത്ത് ഇവിടെ ഈ പുസ്തകം ഈ പതിപ്പ് ഉണ്ടാവില്ല, ഇവിടെയുള്ള ഈ വക്കീൽ നോട്ടീസ് അയച്ച ആളുടെ കയ്യിലുണ്ടാവില്ല. വിശുദ്ധ ഖുർആൻ സമ്പൂർണ്ണ മലയാള പരിഭാഷ ഇതെനിക്ക് തന്നിട്ടുള്ളത് OV മുസ്തഫ അഡ്വക്കേറ്റും അദ്ദേഹത്തിൻ്റെ ഭാര്യ അൽമനയും, തലശ്ശേരിയിലെ എൻ്റെ സുഹൃത്തുക്കളാണ്. ഹദീസുകളെ സംബന്ധിച്ചും ഖുറാനെ സംബന്ധിച്ചും എൻ്റെ താല്പര്യം അവർക്കറിയാം. അപ്പോൾ ഇത് വായിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഈ ഡീഫൈമേഷൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നെ ശിക്ഷിച്ച് ജയിലാക്കുകയാണെങ്കിൽ ആദ്യത്തെ എൻ്റെ കടമ ഇത് വായിച്ച് തീർക്കുക എന്നുള്ളതായിരിക്കും. ഇതിൽ കൃത്യമായി മുനാഫിക്കുകളെ പറ്റി പറയുന്നുണ്ട്, കപട വിശ്വാസികളെ സംബന്ധിച്ച്. ഞാനൊരു കപട വിശ്വാസിയല്ല, തൊഴിലാളി വർഗത്തോട് കൂറുള്ള ഒരു വിശ്വാസി, തൊഴിലാളി വർഗത്തോട് ഈമാനുള്ള ഒരു കമ്മ്യൂണിസ്റ്റാണ് ഞാൻ. എൻ്റെ ജീവിതത്തിൽ കപടത്തരയില്ല.